നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യയും ചൈനയും നീങ്ങുമ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈന സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്. പ്രത്യേക പ്രതിനിധി ചർച്ചകൾക്കായാണ് അദ്ദേഹം പോകുന്നത്. ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിലും ലോക്സഭയിലും വിശദമായ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് പുതിയ നീക്കം. 4 വർഷത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വന്ന പുരോഗതികൾ ഉയർത്തിക്കാട്ടി വിദേശകാര്യമന്ത്രി ഇരു സഭകളെയും അഭിസംബോധന ചെയ്തിരുന്നു. കിഴക്കൻ ലഡാക്കിൽ നിന്ന് സൈനിക പിന്മാറ്റം പൂർണ്ണമായെന്നും ഇന്ത്യ ചൈന ബന്ധത്തിൽ മെച്ചപ്പെട്ട പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൈനിക പിന്മാറ്റം തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമായതെല്ലാം ചെയ്യുക എന്നുള്ളതിനാണ് ഇന്ത്യ ഇനി മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗൽവാൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ ചൈന ബന്ധത്തിൽ വിള്ളലുകൾ വീണിരുന്നു. 2020 മെയ് മുതൽ ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ചു. 4 വർഷം ഇതേ രീതിയിൽ തുടർന്നു. ഒടുവിൽ കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് നടത്തിയ നയതന്ത്ര ചർച്ചകൾ ഫലം കണ്ടതോടെ സൈനിക പിന്മാറ്റത്തിലെത്താൻ ഇരു രാജ്യങ്ങളും ധാരണയാവുകയായിരുന്നു. ഡിസംബർ അവസാനം നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക പ്രതിനിധി ചർച്ചകൾ 2020 ഗാൽവാൻ വാലി ഏറ്റുമുട്ടലിന് ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല സംഭാഷണത്തെ അടയാളപ്പെടുത്തും. പിരിമുറുക്കം രൂക്ഷമാകുന്നതിന് മുൻപ് 2019 ഡിസംബറിൽ മുൻ SR മീറ്റിംഗും നടന്നു. അതിർത്തി തർക്കത്തിന്റെ വിശാലമായ പരിഹാരത്തിൽ സാധ്യതയുള്ള വഴിത്തിരിവായി ദെപ്സാങ്ങിലും ഡെം ചോക്കിലും അടുത്തിടെ നടന്ന വിച്ഛേദിക്കൽ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. ശാശ്വതമായ ഒരു പ്രമേയം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ നിയന്ത്രണ രേഖയെ കൂടുതൽ വ്യക്തമായി നിർവചിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ബഹുതല ചർച്ചകൾ SR ചർച്ചകളിൽ ഉൾപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ ചർച്ചകളുടെ ഫലം അടുത്ത കോപ്സ് കമാൻഡർ ലെവൽ മീറ്റിംഗിന്റെ സമയക്രമം നിർണ്ണയിക്കുമെന്നും ഉറവിടങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് കൂടുതൽ ഏറ്റുമുട്ടലുകൾ തടയുന്നതിന് നിലവിലുള്ള പെട്രോളിംഗ്, ബഫർ സോണുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇന്ത്യയും ചൈനയും 2020 മുതൽ LCയിലെ സ്ഥിതിഗതികൾ വഷളാക്കാനുള്ള സൈനിക നയതന്ത്ര ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന ചർച്ചകൾ ഇരു രാജ്യങ്ങൾക്കും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ സുസ്ഥിരമായ ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനുമുള്ള നിർണായക അവസരത്തെ പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ആഹ്വാനം ചെയ്തിരുന്നു. അതിർത്തിയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്തുന്നത് ഇരു രാജ്യങ്ങളുടെയും മുൻഗണനാ വിഷയമായി തുടരണമെന്നും പരസ്പര വിശ്വാസമാണ് ഉഭയകക്ഷി ബന്ധത്തിന്റെ അടിസ്ഥാനമെന്നും മോദി പറഞ്ഞിരുന്നു. ഇന്ത്യ ചൈന ബന്ധം ഇരു രാജ്യങ്ങളെയും ജനങ്ങൾക്ക് മാത്രമല്ല ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും പുരോഗതിക്കും പ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ ആശയവിനിമയം സഹകരണവും ശക്തിപ്പെടുത്തണമെന്നും അതിർത്തിയിൽ സമാധാനം നിലനിർത്തണമെന്നും ഉച്ചകോടിയിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ് വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടത് 2 രാജ്യങ്ങൾക്ക് അത്യാവശ്യമാണെന്നും ഷീ ജിൻപിങ് അഭിപ്രായപ്പെട്ടു.